നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണിത്. 1000 രൂപ പ്രതിമാസ ധനസഹായം. ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെബ്രുവരി മാസമായിരിക്കും നടത്തപ്പെടുക. ആനുകൂല്യം അപ്രൂവൽ ലഭിക്കുന്നവർക്ക് ആദ്യഘട്ട വിതരണവും ഈ സമയത്തായിരിക്കും നടക്കുക. നിലവിൽ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നവർക്ക് അത് അപ്രൂവൽ ആകണം. അതിനുശേഷം മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഏത് മാസമാണോ ഉദ്ഘാടനം നടക്കുന്നത്, അതായത് അടുത്ത മാസം ഉദ്ഘാടനമുള്ളതുകൊണ്ട് ആ മാസത്തെ ധനസഹായമായിട്ട് 1000 രൂപയായിരിക്കും ക്രെഡിറ്റ് ആവുക. പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് സർക്കാർ മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1000 രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭിക്കുക. പിന്നീട് എല്ലാ മാസങ്ങളിലും ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തീയതിയിൽ ക്രെഡിറ്റ് ആകും. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അർഹതയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, അതായത് 35-നും 60-നും ഇടയിൽ പ്രായമുള്ള, മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ള, അതും മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥിര അല്ലെങ്കിൽ താൽക്കാലിക കരാർ ജോലികൾ ചെയ്യുന്നവരൊഴികെയുള്ള ബാക്കി എല്ലാവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ജോലിയൊക്കെ ലഭിക്കാത്ത അമ്മമാർക്ക് ഒരു വലിയ ആശ്വാസമായിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ ഗുണഭോക്താക്കളുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പെൻഷൻ ലഭിക്കുന്നവർ, വിധവാ പെൻഷനോ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനോ ആണ് വാങ്ങുന്നത് എങ്കിൽ അങ്ങനെയുള്ളവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇത് ഏൽപ്പിക്കേണ്ടത്. അത് കൃത്യമായിട്ട് സമർപ്പിച്ചില്ല എങ്കിൽ നമുക്ക് ഈ പെൻഷൻ ആനുകൂല്യം 2000 രൂപ മുടങ്ങാൻ സാധ്യതയുണ്ട്. 2026 മാർച്ച് മാസം 31-ാം തീയതി വരെ ഇപ്പോൾ ഇതിൻ്റെ തീയതികൾ നീട്ടിയിട്ടുണ്ട്. അത്രയും നാൾ നമുക്ക് തടസ്സമില്ലാത്ത പെൻഷൻ ലഭിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ രേഖകൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നൽകാം. വില്ലേജ് ഓഫീസറാണ് ഇത് പരിശോധിച്ച് അപ്രൂവൽ നൽകേണ്ടത്. അങ്ങനെ ലഭിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അതുമാത്രമല്ല, സേവനയുടെ സൈറ്റിൽ നമ്മളത് കഴിഞ്ഞ് ഇത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാണണമെന്നില്ല. കാരണം പഞ്ചായത്തിലെ എല്ലാ അപേക്ഷകരും ഇത് ഡോക്യുമെൻ്റ് സമർപ്പിച്ച ശേഷം ഇത് ഉദ്യോഗസ്ഥർ ഒരുമിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് 2026 മാർച്ച് 31 വരെ നിലവിൽ സമയമുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രയും വേഗം ഈ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമെത്തിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇളവുകളുണ്ട്. രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. സേവനയുടെ സൈറ്റിൽ അങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇത് ബാധകമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ സംശയങ്ങളുള്ളവർ, പ്രായപരിധിയെ സംബന്ധിച്ചും നമ്മൾ രേഖകൾ സമർപ്പിക്കണമെന്ന കാര്യങ്ങളിലൊക്കെ സംശയമുള്ളവർ കൃത്യമായിട്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. അതിൽ ബാധകമല്ല എന്നാണ് കാണുന്നത് എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല, തുടർന്നും സഹായമുണ്ടാകും. എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ ഈ വർഷം സമർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ നിങ്ങളുമുണ്ട് എന്നൊരു കാര്യം ഉറപ്പാക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് ധനസഹായ വിതരണമൊക്കെ വളരെ വൈകാതെ ആരംഭിക്കുകയാണ്. വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാറ്റസൊക്കെ ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല വിദ്യാർത്ഥികളുടെയും ബാങ്ക് അക്കൗണ്ട് ഒരുപക്ഷെ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി തന്നെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടൊക്കെ ആയതുകൊണ്ട് നിലവിൽ നിർജ്ജീവമാകാൻ, അതായത് ആക്റ്റീവ് അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ളവർ വീണ്ടും KYC ഒക്കെ സമർപ്പിച്ച് ഒരു ട്രാൻസാക്ഷനൊക്കെ നടത്തി അക്കൗണ്ട് ആക്റ്റീവാക്കി എടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾക്കാണ് ഇപ്പോൾ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.